സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അതിനായിട്ട് ആദ്യം ചീനച്ചട്ടി വെച്ചിട്ട് അതിന് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ആവശ്യത്തിന് മതി. പിന്നെ ഉള്ളി, വേവിച്ച മുട്ട, തക്കാളി, കറിവേപ്പില, പച്ചമുളക്. ഓക്കെ, റെഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിട്ടൊന്ന് ചൂടാവും. ഒത്തിരി ചൂടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എടുക്കും. ഇനി അപ്പൊ ഇനി ചൂടായിട്ട് കാണാം. ഇനി ചൂടായിട്ട് കണ്ടാൽ പോലെ. പിന്നെ കടുക് നമുക്ക് വേണമെങ്കിൽ ഇടാം, അത് ഓപ്ഷനാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇടില്ല. പറയണ്ടേ? ഗരം മസാലയും വേണം. പിന്നെ ഇത് ഇത്തിരി ചൂടായി വന്നിട്ട് അപ്പൊ ആദ്യം ഉള്ളി ഇട്ടിടണം. അപ്പൊ എത്ര ഉള്ളി ഇട്ടിട്ടുണ്ട്? 4 ഉള്ളി പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ 4 ഉള്ളി ഇതിലേക്ക് കറക്കി ഇങ്ങനെ ഇടണം. അത് എങ്ങനെ ബ്രൗൺ കളറാണ്? ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണോ? നമ്മുടെ മണിയിൽ ചെറിയ ചെറുപ്പം കൂടിയാണ്. സോസി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കും. ഇടയ്ക്ക് ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അടുത്താണ് പിസ്സ നമുക്ക് ചാനൽ ഉണ്ടായിരുന്നു. അതെ, ഇന്നാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് മൈൻഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കണം. അപ്പോൾ അതിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഉള്ളിൽ നല്ലോണം തന്നെ ഇൻസ്പയറിംഗ് മൈൻഡ്സ് എൻ്റെ തന്നെ അതിന് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ അതിലേക്ക് ചെറുതായിട്ടൊന്നായ മതി. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഉള്ളി നല്ലോണം ഒന്ന് വയറ്റാൻ ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് വേണം. അപ്പൊ നമുക്ക് ഇത്തിരി ഉപ്പ് എടുക്കാം. ഉപ്പ് നമ്മുടെ ഏകദേശം അളവിന് പോരെ? ഓരോ ആളത്തേക്ക് ഓരോ അളവാണ്. അപ്പൊ നമുക്ക് ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി വിടാം. നല്ലോണം വയറ്റണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്ക് മല്ലി വേണം. അപ്പൊ നമ്മൾ മല്ലി മുറിച്ചോണ്ടിരിക്കുകയാണ്. മല്ലി മുറിച്ച് ഈ ഒരു പരിവത്തിൽ മല്ലി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയാലേ ഇതൊരു ഇതാവുള്ളൂ. നമുക്ക് അത്രയും നേരം അല്ലേ ആ സൗണ്ടൊക്കെ മാറ്റാം. കുഴപ്പമില്ല. ലാസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് സൗണ്ട് മാറ്റാം. കുഴപ്പമില്ല. ഗൈസ്, നമുക്ക് ഇത്രയും കൂടി ആവണം. എങ്കിൽ പിന്നെ അരികത്തുള്ളതൊക്കെ നമുക്ക് ചേർത്തേക്കണം, ഇല്ലെങ്കിൽ കരിയും. പിന്നെ ഈ ഒരു രീതിക്കും ഉണ്ടാക്കും, പിന്നെ വേറൊരു രീതിക്കും ഉണ്ടാക്കും. ആ രീതി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഉള്ളി ഇഷ്ടമല്ല, ഉള്ളി കുറേ പേർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഉള്ളി ഇടാത്തൊരു വേറൊരു മുട്ട റോസ്റ്റിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മളിടും. അത് പറഞ്ഞിട്ട് ജസ്റ്റ് മുളക് പൊടിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ, ഉള്ളിയൊന്നുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതായത് മുളക് പൊടി അങ്ങനെയൊക്കെ ഇത്തിരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊരു ഇത്തിരി അത് ഇങ്ങനെ ഇട്ട് ഇത്തിരി എരിവിന്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി. അതും നന്നായിട്ട് വഴറ്റണം. അത് ഇത്തിരി നന്നായിട്ട് വഴറ്റണം. ഗോൾഡൻ ബ്രൗൺ ആക്കണം എന്നുള്ളവർക്ക് ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആക്കാം. അല്ലാത്തവർക്ക് ഒരു
അവരുടെ ഒരു അളവിനാക്കാം. നമ്മൾ ഇവിടെ ഗോൾഡൻ ബ്രൗണ് അതാണ് ആക്കിയിരിക്കണത്. എന്നിട്ട് നല്ലോണം വയറ്റി കൊടുക്കണം. എന്താണ് നിങ്ങൾക്ക് പറഞ്ഞ ഗോൾഡൻ ബ്രൗൺ? ഗോൾഡൻ ബ്രൗണ് ആക്കാം, ഇല്ലെങ്കിൽ മീഡിയം രീതിക്കാക്കാം. അത് ഞാൻ എൻ്റെ വീഡിയോ ഇടയിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ബാക്കി കുറച്ച് അങ്ങോട്ട് ഇനി ഇടാനാവുമ്പോൾ അങ്ങോട്ട് പോകാം. ഇത് ചെറുതായിട്ടൊന്ന് വയറ്റിയാണ് അവനെ അങ്ങോട്ട് ഒരു കാര്യത്തിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോയിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത്തിരി വയറ്റി കൊടുക്കാം. ഇത്തിരി വയറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മണി വന്നിട്ടുണ്ട്. നല്ലോണം വയറ്റണം. എത്ര ഇടണം? 1 സ്പൂണോ? ആവശ്യത്തിന് അല്ലേ? മുളക് പൊടി എത്ര ഇടണം? നമുക്ക് ഇനി അടുത്തത് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് നമ്മൾ ഇത്ര എടുക്കുള്ളൂ. ഒരു സ്പൂൺ ഫുൾ ഇടാനേ. അതെ, നമുക്ക് ആവശ്യത്തിന് ഇടാം. ചിലവർക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ഇടാം, കുറച്ച് കൂട്ടിയിടാം. അഥവാ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ അവരുടെ അനുസരിച്ച് കളർ മാതിരി ഇടാം. പിന്നെ അടുത്തത് നമുക്ക് ഒന്നും കൂടി നല്ല. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി ഗരം മസാല ആഡ് ചെയ്യണം. അത് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ടേസ്റ്റ് വേണം നമുക്ക്. അതെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇത്തിരി തക്കാളി ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് ഇതാക്കാം. ഉള്ളിലും എല്ലാത്തിലും നല്ലോണം ഈ മുളക് പൊടിയും എല്ലാം പിടിക്കണം. എങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ അടുത്ത വീഡിയോ വന്നിട്ട് മറ്റേ മുളക് പൊടിയും അങ്ങനെ കുറച്ച് മസാല മാത്രം ഇട്ടിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കും. മണി പ്ലീസ്. പിന്നെ നമുക്കില്ലേ എഗ് റോസ്റ്റ്, അതായത് മുട്ട അപ്പന്മാരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടാല്, മുട്ട പൊട്ടിച്ചിട്ട് അപ്പന്മാരി ഉണ്ടാക്കൂലേ, ബുൾസൈ, അതൊരു വീഡിയോ നമുക്ക് പറ്റിച്ചെടുക്കാം. അത് ഈസി പണിയാണല്ലോ. ഈസി പണിയാണ്. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുകയാണെങ്കിൽ അതും കൂടിയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബുൾസൈൻ്റെയും കൂടി ഒരു വീഡിയോ ഇടും. ഓക്കെ, നല്ലോണം വയറ്റണം, ഇല്ലെങ്കിൽ കയപ്പടിക്കും. പിന്നെ എന്തിനാ വയറ്റണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടിയും എല്ലാത്തിൻ്റെയും കൂടിയും നല്ല ടേസ്റ്റ് വരാനാണ്. ഇത്ര ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല മണം വരുന്നുണ്ട് എന്നാണ് നമ്മുടെ ക്യാമറമാൻ ആദ്യം പറയണത്. ആദ്യം വേറൊരു വീഡിയോ ഉണ്ട്, അതായത് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ നേരത്തെ ഇൻസ്പയറിംഗ് മൈൻഡ് പറഞ്ഞില്ലേ, അതാണ് ആദ്യത്തെ വീഡിയോ. നമുക്ക് അതിലും കൂടി അതിൽ ഈ ഗെയിമിങ്, ഡാൻസ് അതിൻ്റെ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ അതിലും കൂടി അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അത് ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് ചാലഞ്ചസ്, ഗെയിമിങ്, ഡാൻസിങ് അതൊക്കെ ഇടാം. ഇതിൽ വെച്ചാൽ കുക്കിങ്ങും വ്ളോഗ്, നമുക്ക് ഒരുമിച്ചൊരു വ്ളോഗ് പോകും. നമ്മുടെ കുന്നിൻ്റെ അവിടേക്ക് വൈകുന്നേരം പോയിട്ടൊരു വ്ളോഗ് ഇടാം. അടുത്തത് നമുക്ക് തക്കാളിയാണ് ഇടേണ്ടത്. മൊത്തം തക്കാളി ഇടുക, എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. മൂക്കി കയറിക്കല്ലോ കാരം കമ്മിയൊക്കെ മുട്ടിട്ടാളായി കമ്മിയൊക്കെ വയ്ക്കും.
നല്ല ചിളു കാളൻ മസാല പോലെ ആയിട്ടുണ്ട്. മണം നല്ല ഇருக்கு. ഗൈസ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ മണിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ പറ്റുന്നത് നമ്മളുണ്ട്. അതെ, ചന്ന മസാല അങ്ങനത്തെ ചപ്പാത്തിൻ്റെ കൂടെ. ഇല്ലില്ല, ഞാൻ ഞാൻ അവിടെ നിന്ന് കഴിക്കും, വീട്ടിൽ നിന്ന്. അതെ, ഇനി അടുത്ത് നമുക്ക് മുട്ട പകുതി ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഗൈസ്. അവിടെ ഒരു കുട്ടി കരയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ചെറിയ മണി, കുഞ്ഞു മണിയാണ് അവിടെ നിൽക്കുന്നത്. ഇത് ബഡാം മണി. നമുക്ക് മുട്ട പകുതി ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇത് കട്ട് ചെയ്തിട്ട് വേണമല്ലോ ഇടാനെങ്കിൽ അത് മസാല പിടിക്കുള്ളൂ അല്ലേ? അതെ, എങ്കിലും അതിന് മഞ്ഞയിലേക്കൊക്കെ ഇത്തിരി ഒരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത്തിരി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അവർക്കിടാം. നമുക്ക് ഇത്തിരി ഉപ്പ് പോരാ തോന്നി, അപ്പോൾ നമ്മൾ ഇത്തിരി കൂടിയും ഉപ്പിട്ടിട്ടുണ്ട്. അതായത് അവൻ്റെ പാകത്തിനനുസരിച്ച് വേണം. അതെ, ഇഷ്ടമുള്ള അത്ര നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള അത്ര പറഞ്ഞാൽ അവൻ്റെ പാകത്തിന്. ഏകദേശം നമുക്കൊന്ന് മസാല വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ മുട്ട എല്ലാം കൂടി വെച്ചിട്ടൊന്ന് മസാല വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എങ്കിലും അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇത് ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട. വേണ്ട ഇപ്പോൾ ലാസ്റ്റ് പൊതിന് ലാസ്റ്റാണ്. മല്ലി ലാസ്റ്റ്. ഇത് ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയില്ലേ? ഇത് വന്നിട്ട് ശരിക്കും ഇത് കഴിക്കുകയാണെങ്കിൽ കറി ഒന്നും വേണ്ട, ചോറ് മാത്രം ഇട്ടിട്ട്. ചോറ് വേണമെന്നില്ല, വെറുതെ കഴിക്കാം. വെറുതെ കഴിക്കാം. പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എളുപ്പപ്പണിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ്. മുട്ട മസാല ഏകദേശം ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റത്തെ ഒരു പരിവാകുമ്പോൾ നമുക്ക് മല്ലിയില ഇടാം അല്ലേ? മല്ലിയില ഇട്ടിട്ട് ഇത്തിരി നേരം അടച്ചു വെക്കുകയാണെങ്കിൽ അടച്ചു വെക്കാം. ഞങ്ങൾ അടച്ചു വെക്കും. അത് വേണമെങ്കിൽ അടച്ചു വെക്കാന്ന്. ഇത് എല്ലാത്തിനും കൂടി വെക്കാം. അടുത്തതായി നമുക്ക് എന്തിട്ടെടുക്കാം? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ വേദനിക്കോളൂ. നമ്മൾ ഫിറോസിക്കയുടെ യൂട്യൂബ് കണ്ട് അത് നന്നായി. ഫിറോസിക്കയുടെ പ്രേതം നമ്മുടെ മേലില്ലേ? പിന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ചത് ഈ മെത്തേഡിലൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അങ്ങനെ ഇത്തിരി നേരം അടച്ചേക്കണം. ഇതൊന്ന് ഇതാക്കാൻ ഇനി ഒരു എത്ര മിനിറ്റ് അടച്ചേക്കണം? 5-10 മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അത് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അടുത്ത ഇനിയിപ്പോൾ വല്ല ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തുണ്ടാക്കിയാലും എന്ത് പറഞ്ഞാലും പറ്റണമെന്നാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കും. ഗ്രൂപ്പിലും ചാനലിലൂടും. ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഇൻസ്പയറിംഗ് മൈൻഡ്സ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അടുത്ത എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി. പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കും. രണ്ട് മിനിറ്റ് എന്നിട്ട് തുറന്നിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അതെ, ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇനി കഴിക്കുന്ന സമയത്ത് എടുത്തിട്ട് ചോറിൽ ഇത്തിരി ഇട്ട് കഴിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അങ്ങ് ഞെക്കി വിടുക.